സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് KWൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് ക്ലാസ് വേണമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ സിവിലിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ മെക്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്കതിൻ്റെ സിലബസ് നോക്കാം. ഓൾറെഡി ഞാൻ ഇതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ അത്ര ക്ലിയർ അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ സിലബസിൻ്റെ ഇടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സിവിലിൻ്റെ സിലബസ് മാത്രമേ പറയുന്നുള്ളൂ. മെക്കിൻ്റെ സിലബസും പറയാം, അത് റിലേറ്റഡ് നമുക്ക് ക്ലാസ്സും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് സിവിലിൽ വാട്ടർ അതോറിറ്റീൻ്റെ KW എക്സാമിന് വേണ്ടിയിട്ട് നോക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് നമുക്ക് എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. അതിൽ നമുക്ക് ടേംസ് പഠിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്, പിന്നെ ബ്രിക്ക് മേസൻട്രി, പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്ഷൻസ് ഓഫ് ബോണ്ട്, അതായത് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ടീ ജോയിൻറ്റ്, വാൾ ജംഗ്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം അത്രയാണ് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ RCC ആണ് വരുന്നത്. RCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, യൂസസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ്, പിന്നെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കോൺക്രീറ്റിൻ്റെ ചെയ്യണ സമയത്ത് 1:2:4, 1:4:8 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നില്ല. അപ്പം ആ ഓരോ പ്രൊപ്പോർഷൻസും അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ മാസ് കോൺക്രീറ്റ് വർക്കാണോ നോർമൽ വർക്കാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഫൈൻ അഗ്രഗേറ്റ്, കോഴ്സ് അഗ്രഗേറ്റ്, സിമെൻറ്റ്, വാട്ടർ, അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അങ്ങനെ നമ്മളിപ്പം അതിൽ ആഡ് മിക്സ്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റ് ഏതൊക്കെ റെയിൻഫോഴ്സ്മെൻറ്റാണ് വരുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ മെത്തേഡ് ഓഫ് മിക്സിങ് കോൺക്രീറ്റ്, അത് ഹാൻഡ് മിക്സിങ്ങും വരുന്നുണ്ട്, മെഷീൻ മിക്സിങ്ങും വരുന്നുണ്ട്. പിന്നെ സ്ലംബ് ടെസ്റ്റ്, നമ്മളിപ്പം ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്, അതിൽ ഓരോ വാല്യൂസ്, അത് എന്തിനൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലേക്കാണ് ആ വാല്യൂസ് സ്യൂട്ടബിൾ, ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ കുറച്ച് ടോപ്പിക്കാണ്. ആർച്ച്, പിന്നെ അതുപോലെ തന്നെ ഡോറ്, വിൻഡോസ്, റൂഫ്, ട്രസ്സസ്. അപ്പം ഇതിൽ ഓരോന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിൻ്റെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ അതിൽ ചെറിയൊരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആർക്ക് അതിൻ്റെ എന്തൊക്കെ ഷേപ്പാണ് വരുന്നത്, അതിൽ ഓരോ പാർട്ടിന് എന്തൊക്കെയാണ് പറയുക, അതിൽ ഓരോ സെൻറ്റർ വരുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ആർക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്താണ്ട് എല്ലാ പോയിൻറ്റിലും മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡോറും നമുക്കറിയാം, നമ്മൾ ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന സമയത്തും പല ഡോറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റും കാണുന്ന സാധനങ്ങളിൽ കുറച്ചുകൂടെ അനലൈസ് ചെയ്തിട്ട് അതൊന്ന് മൈൻഡിലേക്ക് ഫിക്സ് ആക്കി വെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഡോറിൻ്റെ പാർട്ട് എന്തൊക്കെയാണ്, അതിൽ ഓരോന്നിനും എന്തൊക്കെയാണ് ടെക്നിക്കൽ ടേംസ് പഠിക്കുക, അത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. പിന്നെ വിൻഡോസ് ആണെങ്കിലും അങ്ങനെ തന്നെ, വിൻഡോസിൻ്റെ ആ പാർട്ടീഷൻ, ഹൊറിസോണ്ടൽ പാർട്ടീഷൻ എന്ത് പറയും, വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ത് പറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പിന്നെ റൂഫ് വരുന്ന സമയത്ത് അതിൻ്റെ സ്പാന്, പിന്നെ അതുപോലെ തന്നെ റൂഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലിങ് നോക്കാനുണ്ടാവും. പിന്നെ ഡ്രസ്സാണെങ്കിൽ ഏതൊക്കെ ഡ്രസ്സ്, അതിൻ്റെ ഡ്രസ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിലിങ്, അത്രയും കാര്യങ്ങൾ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നോക്കാനുണ്ടാവും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്വാണ്ടിറ്റി അനലൈസിങ് തന്നെയാണ്. അപ്പം
നമ്മളിപ്പം ഒരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും, അതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ്, വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു കോസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നമ്മൾ എസ്റ്റിമേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നതാണ്. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് എന്താണ് എസ്റ്റിമേഷൻ, അതിൽ എന്തൊക്കെ തരം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഏതാണ് നമുക്കിപ്പം, അതുപോലെ തന്നെ ഒരു വർക്കിൽ അഡീഷണൽ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരം എസ്റ്റിമേഷനാണ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മളിപ്പം കോൺട്രാക്ടർ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇടുക, അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ്, അങ്ങനത്തെ കുറേ ചാർജുകൾ, പിന്നെ അതുപോലെ കണ്ടിജൻസീസ്, വർക്ക് ചാർജ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതൊക്കെ എസ്റ്റിമേഷനിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് കൂട്ടിയിടുക എന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറേ വാല്യൂസും അത് എന്തൊക്കെയാണെന്നും നമുക്ക് എസ്റ്റിമേഷനിൽ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഞാൻ അതിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നോക്കാനുള്ളതെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്കത് അറിയുന്നതാണെങ്കിൽ അറിയുന്ന ടോപ്പിക്ക് മാറ്റി വെച്ചിട്ട് അറിയാത്ത ടോപ്പിക്ക് പഠിക്കേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് നോക്കാനുള്ളത് റോഡും ഇറിഗേഷനും ആണ്. റോഡിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം. റോഡിൻ്റെ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിക്കും കവർ ചെയ്തിട്ടുള്ളതാണ്. ബാക്കി നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്യാം. ഇറിഗേഷൻ ആണെങ്കിലും KLDC എക്സാമിന് നോക്കിയവരൊക്കെ അത്യാവശ്യം ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പോർഷൻസും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ഇപ്പോൾ റോഡാണെങ്കിൽ റോഡിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാനുണ്ടാവും, പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ്, അലൈൻമെൻറ്റ്സ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ. റോഡിൻ്റെ നിങ്ങൾ ക്ലാസ് പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുക കേട്ടോ. ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ്, പിന്നെ നമ്മൾ ഇറിഗേഷനിലാണെങ്കിൽ കൾവേർട്ട്. ഇറിഗേഷനിൽ നമുക്ക് കുറേ ടോപ്പിക്ക്, കുറേ ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പം ആ ഒരു നമ്മൾ ഈ കംപ്ലീറ്റ് ഒരു ഇയറിൽ കൊടുക്കുന്ന ഇറിഗേഷൻ ആണെങ്കിൽ, ഫ്ലഡ് വരുന്ന സമയത്ത് കൊടുക്കുന്നതാണെങ്കിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇറിഗേഷനിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാനുണ്ട്. ഡെൽറ്റ, ഡ്യൂട്ടി, അങ്ങനത്തെ കുറേ ടേംസ് നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പം ഇറിഗേഷനിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. അപ്പം ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ടോപ്പിക്ക് നമുക്കിപ്പം സിവിലിൽ റിലേറ്റഡ് എന്തൊക്കെയാണ് ഏരിയാസ് നോക്കാനുള്ളതെന്ന് നോക്കാം. അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഹുക്സ് ലോ, പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് ബ്രേക്കിംഗ് സ്ട്രെസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിഫറെൻറ്റ് സെക്ഷൻസ്, വേരിയസ് ടൈപ്പ് ഓഫ് ലോഡ് ആൻഡ് സപ്പോർട്ട്, പിന്നെ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, കാൻഡിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ബെൻഡിങ് സ്ട്രെസ്സ്. ഇത്രയും നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ പഠിക്കാനുണ്ട്. അപ്പം അത്രയും നിങ്ങൾക്ക് വൈഡായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം, അത്രയും മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ മെക്കാനിക്കലിലും നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ടോപ്പിക്കും പഠിക്കാനുണ്ട്. അപ്പോൾ അത് മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ക്ലാസ്സായിട്ട് തന്നെ 2 സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ക്ലാസ് ഇപ്പം സ്ലോ ആണെങ്കിൽ തന്നെ നിങ്ങളായിട്ടുള്ള ഒരു സ്റ്റഡി ടൈമും കാൽക്കുലേഷനും നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്യാൻ പറ്റും. മാക്സിമം അങ്ങനെ നോക്കാം. കാരണം ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ എന്തെങ്കിലും റെഫർ ചെയ്തിരിക്കണം. സിംഗിളായിട്ടൊരു ക്ലാസ് മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. മേ ബി അതിൽ എത്ര കണ്ടൻറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പുറത്തുനിന്ന് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്ക് ഒരാളെക്കാളും ബെറ്ററായിട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് നല്ലൊരു ടോപ്പ് സ്കോറിൽ എത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ എക്സാമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം സിമ്പിളാണെന്നും പറയാം, പക്ഷേ
അതിൽ നമുക്ക് കുറേ പോർഷൻസ് നമ്മൾ പഠിക്കാനുമുണ്ട്. അത്രയും ഏരിയാസ് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൽ കംപ്ലീറ്റ് ഒരു സിമ്പിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 70-80 എബോവ് നമുക്ക് വാങ്ങുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പം എക്സാമിൽ നമുക്കിപ്പോൾ ലിസ്റ്റിൽ തന്നെ കയറാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് പറയാൻ പറ്റുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷനാണ് കൂടി വരുന്നത്. അപ്പം ആ ഒരു മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾ നോക്കിയാൽ ആ ഒരു മാർക്കെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. കുറച്ചുകൂടി കഴിയണ സമയത്ത് കോമ്പറ്റീഷൻ ഒന്നുകൂടെ ടൈറ്റാവും. അപ്പോൾ മാക്സിമം ഇപ്പം പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് നല്ലോണം സ്കോർ ചെയ്തിട്ട് ലിസ്റ്റിൽ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും പോർഷൻസ് നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ബുക്കും ഡീറ്റെയിൽസും ക്ലാസ്സും ഒക്കെ കവർ ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. യൂട്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ക്ലാസ്സും കൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ബെനിഫിറ്റ് ആവുന്നത് അതേ രീതിയിൽ മാക്സിമം പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് വന്നത് സർവേയിങ്, ചെയിൻ സർവേയിങ്. അതായത് സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ്, പിന്നെ പലതരത്തിൽ നമുക്ക് സർവേയിങ്ങിൽ തന്നെ ഒരു വൈഡ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. തിയോഡലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ. അപ്പം അതിൻ്റെതൊക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനും ചോദിച്ചു വരുന്നതാണ്. അപ്പം അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ആ ഒരു പ്ലോട്ടിങ്, ഏതൊക്കെ ടൈപ്പ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് അല്ലെങ്കിൽ കോമ്പസ് ആണോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്, അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഇവ തമ്മിലൊക്കെ എന്തൊക്കെയാണ് ഡിഫറൻസ്, ലെവലിങ്. അപ്പം ഈ സർവേയിങ്ങിന് തന്നെ എന്താണ് ലെവലിങ്. പിന്നെ അതിൽ കുറേ ടോപ്പിക്സ് നമുക്കിപ്പം പ്ലാനിമീറ്റർ, പെൻറ്റാഗ്രാഫ്, ഇത് ക്ലിനോഗ്രാഫ്. അപ്പം അതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പം സർവേയിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാവർക്കും ആ ഒരു ഏരിയാസൊക്കെ കറക്റ്റ്, ഒരുവിധം ആ ഏരിയാസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയണ ഏരിയാസ് തന്നെയായിരിക്കും. എന്നാലും നമ്മൾ അറിയുന്നതാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യം മാറ്റി വെക്കാൻ പാടില്ല. ജസ്റ്റ് അത് റിവൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആക്കിയിട്ട് മാറ്റുക. അറിയുന്നതെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എക്സാം എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് മൈൻഡിലേക്ക് വന്നോണമെന്നില്ല. എപ്പോഴും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. റിവൈസ് ചെയ്തിട്ട് ഒരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ അത് പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ നോക്കാണ്ട് നിൽക്കാനും പാടില്ല. അപ്പോൾ സർവേയിങ്ങിൽ നമുക്ക് വൈഡായിട്ടുള്ളൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മോഡേൺ സർവേയിങ്ങിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ഇത് പറയുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് പറയുക. സർവേയിങ്ങൊന്നും കഴിഞ്ഞ KLDC എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിലെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ, സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ലൈഫിലിപ്പം ആ ഒരു ഫീൽഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഐഡിയാസ് നമ്മൾ പഠിച്ചതിൻ്റെ രീതിയിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് സിമ്പിളായിരിക്കും. അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം റഫ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും അത് തമ്മിലുള്ള ഡിഫറൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരും അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ മാക്സിമം പിക്ചേഴ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് മൈൻഡിലേക്ക് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അപ്പോൾ നമുക്കത് അങ്ങനെ അനലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് സിമ്പിളാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരു മെത്തേഡ് എനിക്കത് കംപ്ലീറ്റ് ഒരു നല്ലൊരു മെത്തേഡാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണതാണെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്ക് പെട്ടെന്ന് മനസ്സിലാവാനും അതുപോലെ തന്നെ മൈൻഡിൽ നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്സ് ആണ്. കേർവ്സിൽ നമുക്ക് സിമ്പിൾ കേർവ് ഉണ്ട്, കോമ്പൗണ്ട് കേർവ് ഉണ്ട്, ട്രാൻസിഷൻ കേർവ് ഉണ്ട്, വേർട്ടിക്കൽ കേർവ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്ലനേഷനും നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നോക്കാം. ഇത്രയും പോർഷൻസാണ് നമുക്കിപ്പം കഴിഞ്ഞ സിലബസിൽ, പുതിയതിൻ്റെ സിലബസ് അല്ല, കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് എന്നുള്ള രീതിയിൽ KW തന്നിട്ടുള്ളത്. അപ്പം ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് പോർഷൻസ് ആയി. പിന്നെ ഇതിൽ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് അധികം പോർഷൻസ് ഒന്നും വരുന്നില്ല.
നിങ്ങൾ നോർമലി എക്സാം നോക്കണവരാണെങ്കിൽ ഒരുവിധം പോർഷൻസൊക്കെ നമുക്ക് കവറായിട്ടുണ്ടാകും. പിന്നെ ഇത്രയും സാധനങ്ങൾ നല്ല വൃത്തിക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് അതിൽ ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ള രീതിയിൽ പുതിയ സിലബസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏതൊരു എക്സാമും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് സിലബസോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ റിലേറ്റഡ് സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസ് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്, എന്നാലും സിലബസിലുള്ള കാര്യങ്ങൾ മാക്സിമം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം KLDCൻ്റെതാണെങ്കിൽ തന്നെ അതിൽ ഓട്ടോക്യാഡിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ സിലബസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് സേഫായിട്ടുള്ളൊരു സ്കോർ നിങ്ങൾക്ക് ആ ഒരു സിലബസിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം മാക്സിമം നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ ബാക്കി എല്ലാ ടോപ്പിക്കും ക്ലിയർ ആക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഇതുവരെ KWAൻ്റെ ക്ലാസ് ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, പഠിക്കാൻ ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും തുടങ്ങുക. കാരണം എക്സാം നമുക്ക് പെട്ടെന്നുണ്ടാവും. അപ്പം മാക്സിമം എക്സാമിൻ്റെ ഉള്ളിൽ പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. അതിൻ്റെ രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഇപ്പം എക്സാമിൻ്റെ ഡേറ്റ് വന്നില്ലെങ്കിൽ തന്നെ ഇന്നൊരു ഡേറ്റ് എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പഠിക്കാൻ നോക്കുക. കാരണം ചിലവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് ഉണ്ടാകും, എക്സാം ഡേറ്റ് വന്നില്ലല്ലോ അപ്പം പിന്നെ ഇപ്പോഴേ പഠിച്ചിട്ട് ആ ഒരു ഇതാകുമ്പോഴത്തേക്ക് തീർത്താൽ പോരെ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റി വെച്ചിട്ട് ഇന്ന ഡേറ്റ് എക്സാം, അതിൻ്റെ മുന്നേ ഞാൻ ഇത്രയും പോർഷൻസ് കവർ ചെയ്തിരിക്കും, എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സിമ്പിളായിട്ട് റിക്കവർ ചെയ്തിട്ട് ഒറിജിനൽ എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പം എൻ്റെ മെത്തേഡ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ പഠിച്ചിട്ട് മാക്സിമം അറ്റ് എയിമേ നമുക്ക് വരണുള്ളൂ. ആ ഒരു ലിസ്റ്റിൽ കയറി പറ്റുക, നല്ലൊരു മാർക്ക് വാങ്ങിക്കുക, നമുക്ക് ജോബ് നേടുക. അതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങളെ മൈൻഡിലൊരു കാര്യം നിൽക്കുന്ന രീതിയിൽ എന്താണോ ചെയ്യാൻ പറ്റുക അതേ രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കുക. അപ്പം എല്ലാവരും കഴിഞ്ഞ എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പം അത് നിങ്ങൾ വലുതായിട്ട് പഠിക്കാണ്ട് പോയി എഴുതിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് സിലബസ് വെച്ചിട്ട് ഇത്ര ടോപ്പിക്ക് ചോദിക്കും, ഇത്ര വരും എന്നൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് എക്സാം എഴുതണവരൊക്കെ ആണെങ്കിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് ബേസ് ചെയ്തിട്ട് അതിൽ വന്ന മിസ്റ്റേക്സ് കുറച്ചിട്ട് മാക്സിമം നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു സിലബസും കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സിലബസ് ആദ്യം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.